മറിക്കുന്ന പോലത്തെ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എങ്ങനെയാണ് നജീബിക്കയുടെ മനസ്സിൽ വന്നത്? ഇത് ഞാനും നിങ്ങളും നമ്മളും ഈ ഫേസ് ചെയ്യുന്ന മതം എന്ന് പറയുന്നൊരു സാധനം കേവലം ഒരു നേഴ്സ് വിചാരിച്ചാൽ മാത്രം മാറ്റാവുന്നതാണെന്ന് ഞാൻ ഇതിൻ്റെ തെളിയുന്നത്. അല്ലാണ്ട് ഒന്നുമല്ല, മനസ്സിലായില്ല. നമ്മൾ ഈ ഊറ്റം കൊള്ളുന്ന മതമുണ്ടല്ലോ. ആൻഡ് ഈ OTT വന്ന ശേഷം ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. അപ്പം പല കണ്ടൻറ്റും പല സബ്ജക്റ്റും പല ലാംഗ്വേജിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഞാനിതിനെ ഒരുപാട് ഈ വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ TV-യിലേക്ക് പോയി എന്നുള്ളൊരു തോന്നൽ, ഒരു ചെറിയൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഓഫ്കോഴ്സ് കാലം മാറി. ഇപ്പം എല്ലാവരും അതിലേക്കാണ് ശ്രദ്ധ. അതാണ് ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നജീബ് കോയ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരു 3 മണിക്കൂർ നേരം ഈ കഥ എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച് പുള്ളി ഇത് വെബ് സീരീസ് ആണെന്നൊന്നും പറഞ്ഞില്ല. ഞാനിത് സിനിമയുടെ ഒരു പ്ലോട്ടാണ്, സിനിമയുടെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് മനസ്സിൽ. എന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് ഒരു വെബ് സീരീസാണ്. പക്ഷേ ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. കാരണം ആദ്യം ഞാൻ ചോദിച്ചത് എൻ്റെ കഥാപാത്രം എന്താണെന്നാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതൊരു യൂഷ്വൽ പോലീസ് ഓഫീസറാണ്, ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മടി കാണിച്ചു. കാരണം ഒരുപാട് ചെയ്ത് വേണ്ട, എനിക്ക് എന്തെങ്കിലും വേറെ തരത്തിൽ എന്തെങ്കിലും നമുക്ക് സബ്ജക്റ്റ് സംസാരിച്ചൂടെ. അപ്പോൾ സാർ ഇതൊന്ന് കേട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങളൊരു 3 മണിക്കൂറോളം അല്ലേ 2 ദിവസമോ അങ്ങനെ എന്തോ എടുത്തു നമ്മൾ പറയാൻ. സോ അത് കേട്ടപ്പോൾ തന്നെ ഞാനൊന്നും നോക്കിയില്ല. യെസ് ഞാൻ ചെയ്യുന്നെന്നും പറഞ്ഞു.